രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ നാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. കൈകേയി രാമനോട് കാട്ടിലേക്ക് പോകാനുള്ള തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുകയാണ്, ഏതൽ കുരുനരേന്ദ്രസ്യ വചനം രഘുനന്ദന സത്യേരമഗതാരാമ താരയസ്വ നരേശ്വരം. നരേശ്വരനായിരിക്കുന്ന നിൻ്റെ പിതാവിനെ ദശരഥനെ രാമ കാട്ടിൽ പോയി നീ കരകയറ്റണം. നീ കാട്ടിൽ പോകുന്നതിൽ കൂടെ മാത്രമേ ഇപ്പോൾ അച്ഛന് സത്യം പാലിക്കാനായിക്കൊണ്ട് കഴിയൂ. കേട്ട ഉടനെ ദശരഥൻ്റെ ആ ദുഃഖം വർണ്ണിക്കുകയാണ്. ഇതീവ തസ്യാം പരുഷം വദന്ത്യാം ന ചൈവ രാമ പ്രവിവേശശോകം പ്രവിവ്യഥേ ചാഭിമഹാനുഭാവോ രാജാത് പുത്രവ്യസനാഭിതപ്ത. മനുഷ്യനും ഈശ്വരനും എങ്ങനെയായാലും ഒരുപോലെയല്ല എന്ന് കാണിക്കണു. ശോകം ദുഃഖം അജ്ഞാനലിംഗത്തിന് ഉണ്ടാവുമോ എന്നൊക്കെ യുദ്ധകാണ്ഡം തുടങ്ങുമ്പോൾ നമ്മുടെ അധ്യാത്മരാമായണകാരൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ശോകമോ ദുഃഖമോ വികാരങ്ങളോ ഒക്കെ എങ്ങനെയാണ് അജ്ഞാനലിംഗമാകുന്ന മനുഷ്യനുണ്ടാവുന്ന പോലെ ജ്ഞാനസ്വരൂപി ആയിട്ടുള്ള ഭഗവാൻ ഉണ്ടാവുക. അജ്ഞാനലിംഗങ്ങൾ മനുഷ്യർ നമ്മൾക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ഇതൊക്കെ ഈശ്വരനില്ല. ഒക്കെ ഉള്ള പോലെ നടിച്ചു. യുദ്ധാദി ലീലകൾ നാട്യം മാത്രം എന്ന് പറഞ്ഞ പോലെ ഭഗവാന് യാതൊരു ദുഃഖവും ബാധിച്ചില്ല. ന ചൈവ രാമ പ്രവിവേശ ശോകം. ഒട്ടൊരു ഭാവഭേദമില്ല എന്നാണ്. കൈവന്ന രാജ്യം ഭാഗ്യമാണ് പോകുന്നത്. ആലോചിച്ച് നോക്കണം. 14 വർഷത്തെ വനവാസം. ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നമുക്കൊരു അത്ഭുതമില്ല. കേട്ട് 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 ചിന്തിച്ച് നോക്കൂ. അപ്പം അതാണ് ഇവിടെ ഉപേക്ഷിച്ചത്. എന്നിട്ട് ഒരു ചഞ്ചലിപ്പ് മനസ്സിനുണ്ടായില്ല എന്ന് പറയുകയാണ്. അതാണ് ഭഗവാൻ. പറയുകയാണ് നമ്മളൊക്കെ ആണെങ്കിലോ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. പറയുകയാണ് പ്രവിവ്യഥേചാപി മഹാനുഭാവോ രാജാതു പുത്ര വ്യസനാഭിതപ്ത. മഹാനുഭാവനായിരിക്കുന്ന ദശരഥനാവട്ടെ പുത്രദുഃഖത്താൽ വെന്ത് ഉരുകി എന്ന് പറയുകയാണ്. കാരണം ഒരു പുത്രനോടുള്ളതായ സ്നേഹം അറിയണവർക്കൊക്കെ അറിയാം ഇല്ലേ, അല്ലാത്തവർക്കല്ലേ. കുറച്ച് നേരം ഇവിടുന്ന് വിട്ട് നിന്നാൽ തന്നെ, അല്ലെങ്കിൽ ദൂരത്തേക്ക് പോയി 4 ദിവസം വരാതിരുന്നാൽ തന്നെ നമ്മുടെ കുട്ടികൾ എത്ര പ്രാവശ്യം നമ്മൾ വിളിക്കുന്നുണ്ട്. എവിടെ നീയേ ഭക്ഷണം കഴിച്ചോ, എപ്പോഴാണ് തിരിച്ചെത്തുക, നോക്കണം കേട്ടോ, മഴയണവർ അല്ലേ. ആ കുട്ടികളോടുള്ള സ്നേഹം യഥാർത്ഥത്തിലുള്ള പിതാവോ മാതാവോ അവനെക്കുറിച്ച് വ്യഗ്രതപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതി വലുതാണ്. ലോകത്തിൽ ഏത് ജീവിക്കും ഉണ്ടെന്നാണ് പറയണം. മനുഷ്യന് മാത്രമല്ലല്ലോ ഇതുള്ളൂ. മനുഷ്യന് ചതിയുണ്ട്, എന്നാലും എല്ലാ ജീവികൾക്കും ഉണ്ട്. അതുകൊണ്ടല്ലേ പട്ടി, ഈറ്റ്, പാമ്പ് അവർക്കൊക്കെ ദേഷ്യം കൂടുന്നത് ആ കുട്ടികളെ വല്ലതും ചെയ്യുമോ എന്നുള്ളതാണ്. ആ ഒരു ബന്ധം ലോകത്തിൽ അളക്കാൻ പറ്റില്ല. അതാണ് ഉരുകി എന്ന് പറയുന്നത്. കാട്ടിൽ പോണത് ചിന്തിച്ചിട്ടേ നാളെ സിംഹാസനത്തിലിരിക്കേണ്ടതായിട്ടുള്ള തൻ്റെ പുത്രൻ എല്ലാവരെക്കാട്ടിലും ഒരുപടി സ്നേഹം ഉണ്ട് അവനും രാമനോട്. അത് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ പാടില്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാമനെന്ന് കേട്ടാൽ അങ്ങനെ ഒരു തൂക്കം ജാസ്തിയും കൂടി ഉണ്ട്. അപ്പം ആ ദുഃഖമൊക്കെ ദശരഥൻ എവിടെയാണ് കൊണ്ടുപോയി വെക്കുക എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഈ അച്ഛൻ്റെ പരിഭ്രമം ഒന്നും തന്നെ ഉള്ളിലേക്ക് ബാധിച്ചില്ല. ദുഃഖം പുറത്തേക്ക് പറയണല്ലോ, അതുവേണ്ടി കാണിച്ചു കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നിഷണ്ണം ധീരമുഖേന പരിശുഷ്യത. ആ ദുഃഖത്തോടു കൂടിയിട്ട് ഇങ്ങനെ വിഷമിക്കുന്നതായിട്ടുള്ള ദശരഥൻ ആ ഒരു ദശരഥനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. വളരെ ദുഃഖിക്കുന്നതായിട്ടുള്ള തൻ്റെ അച്ഛനോട് കൈകേയി സഹിത കൂടിയതായിട്ടുള്ള ദശരഥൻ ആ രാമൻ കാണുകയാണ്. അതായത് ഇവിടെ രാമനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. രാമൻ്റെ ആ
സ്ഥലത്തേക്ക് സുമന്ത്രനെ അയച്ചു എന്നാണ്. സുമന്ത്രൻ കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ദശരഥനോട് കൂടി ഉള്ള കൈകേയിയെ, ദശരഥ സമേതനായിട്ടുള്ള കൈകേയിയെ രാമൻ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അതിലെന്തോ ഒരു പ്രത്യേകത തോന്നി. ഇങ്ങനെയൊന്നുമല്ല കൈകേയിയും ദശരഥനും കൂടി ഇരിക്കാറ് പതിവ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കാറ് പതിവ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും ഒരു വിഷമം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ വന്നു. അപ്പം യാത്രയെ തന്നെ കുറേ ഇങ്ങനെയൊക്കെ വർണ്ണിക്കും. എന്താണെന്ന് വെച്ചാൽ സുമന്ത്രൻ കൂട്ടി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും രാമമാഹാത്മ്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. എല്ലാവരും ഈ രാമകുമാരൻ രാജാവായാൽ പിന്നെ നമുക്ക് എന്താണ് വിഷമം, പിന്നെ നമുക്ക് ദുഃഖിക്കാൻ യാതൊന്നുമില്ല, എന്തൊരു പ്രകാരത്തിലുള്ള ഭാഗ്യമാണ് സീത ചെയ്തത്, അങ്ങനത്തെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടാൻ. അതുകൊണ്ട് ദശരഥൻ്റെ ഭാഗ്യം, സീതയുടെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ രാമമാഹാത്മ്യം ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് വരുന്നു. നമുക്ക് നന്മയ്ക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പട്ടാഭിഷേകം നടക്കുന്നത്. എല്ലാവരും രാമനെ സ്തുതിച്ച് വാഴ്ത്തി. പടിഞ്ഞാറ് ഭാഗത്ത് വരുണൻ, കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ, വടക്ക് ഭാഗത്ത് കുബേരൻ, തെക്ക് ഭാഗത്ത് യമൻ, ഇവരൊക്കെ രാമനെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള സ്തുതികളൊക്കെ കേട്ടിട്ടാണ് വന്നത്. സരാമോ രഥമാസ്തായ സംഭൃഗിഷ്ട സുഹൃജ്ജന പതാക ധ്വജസമ്പന്നം മഹാർഹ അഗരുധൂപിതം. അകില് മുതലായിട്ടതൊക്കെ പുകച്ച് സമ്പന്നമായിട്ടുള്ള തൻ്റെ രാജ്യത്ത് അവിടേക്ക് എത്തിച്ചേർന്നു. തൻ്റെ അന്തഃപുരത്തിൽ, ദശരഥൻ താമസിക്കുന്ന അന്തഃപുരത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. എന്തായാലും വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ആ പിതാവിനെ കണ്ടു. സ ദദർശാസനേ രാമോ നിഷണ്ണം പിതരം ശുഭേ കൈകേയീ സഹിതം ദീനം മുഖേന പരിശുഷ്യത. കൈകേയിയോട് കൂടിയിട്ട് വളരെയേറെ ദുഃഖിതനായ തൻ്റെ അച്ഛനെ കണ്ടു. ആദ്യം എന്ത് ചെയ്തു? രണ്ടുപേരെയും നമസ്കരിച്ചു എന്ന് പറയുകയാണ്. അച്ഛനെയും നമസ്കരിച്ചു, അമ്മയും നമസ്കരിച്ചു. ആണ് വവന്തേ ചരണവും. രണ്ടുപേരെയും രണ്ടുപേരുടെ ആ പാദത്തിലായിട്ട് അങ്ങോട്ട് ആദ്യമായിട്ട് നമസ്കരിക്കുകയാണ്. അതിനുശേഷം ബാഷ്പപര്യാകുലേക്ഷനായിരിക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. രണ്ട് കണ്ണിലും കണ്ണുനീര് ധാരാളമുണ്ട്. അപ്പോൾ തീർച്ചയാണ് എന്തോ ഒരു ദുഃഖം അച്ഛനെ ബാധിച്ചിട്ടുണ്ട്. ദശരഥൻ ഒന്നും തന്നെ പറയുന്നില്ല. രാമേത്യുക്ത്വാ ചവചനം ബാഷ്പപര്യാകുലേക്ഷണ. രാമ 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 എന്ന് ദുഃഖത്തോടു കൂടിയിട്ട് ഇങ്ങനെ പറയണു. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായി. രാമനെ വിളിച്ച് കരയുക ചെയ്യണത്. പട്ടാഭിഷേകം എടുത്ത സമയത്ത് പ്രകാരം ഒരു ദുഃഖം ഉണ്ടാവുമോ? വെറുതെ എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും അപൂർവമായിരിക്കുന്ന ഈ ഭയാവഹമായിരിക്കുന്ന ഒരു കാഴ്ചയായിട്ട് രാമന് തോന്നി. അത്യപൂർവവും ഭയാവഹവും ആണ്. ഏതുപോലെ ഇവിടെ പറയണ ഊർമിമാലിനമക്ഷോഭ്യം ക്ഷുഭ്യന്തമിവ സാഗരം ഉൾപ്ലുതം ഇവാദിത്യം ഉക്താന്യ തം ഋഷിം യഥാ. ഏതൊക്കെ തരത്തിലാണ് ഒരാൾക്ക് ദുഃഖം അല്ലെങ്കിൽ പരിഭ്രമം ഉണ്ടാവുക എന്നുള്ള ചില ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സമുദ്രം കലങ്ങി മറിയുക. സാധാരണ നിലയ്ക്ക് സമുദ്രം ശാന്തമാവണം. കാറ്റും കോളുമൊക്കെ വരുമ്പോഴാണല്ലോ സമുദ്രം ഇളകി മറിയുക. ഉണ്ടാണല്ലോ അറിയിപ്പൊക്കെ വരേണ്ട സമുദ്രം പ്രക്ഷുബ്ധമായിരിക്കും എന്നൊക്കെ. സാധാരണ പ്രക്ഷുബ്ധമല്ല. അപ്പോൾ ശാന്തമായിരിക്കുന്ന ഒരു സമുദ്രം ഏത് പ്രകാരത്തിൽ അലകടൽ പ്രക്ഷുബ്ധമായി തീരുന്നുവോ, അതേപോലെ തന്നെ ഒരു ഋഷി അസത്യം പറഞ്ഞാൽ പറയേണ്ടി വന്നു എന്ന് കൂട്ടുക. സാധാരണ ഋഷിമാർക്ക് അസത്യം ഒട്ടും പാടില്ല. സാധാരണക്കാർക്ക് പോലെയും കൂടിയും പാടില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ സത്യവാനായിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര പരിഭ്രമമാവും എന്നാണ്. ഇനി അതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക? അതാണ് ഇവിടെ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. അനൃതം ഋഷിം യഥാ. അനൃതം പറഞ്ഞതായിരിക്കുന്ന ഒരു ഋഷിയെ പോലെ അചിന്യകൽപ്പം ഹി പിതു തം ശോകം ഉപധാരയൻ. അങ്ങനെയുള്ള തൻ്റെ പിതാവിനെ കണ്ട് വളരെയേറെ ആശങ്കപ്പെട്ട് ചോദിച്ചു വച്ചാൽ എന്താണ് ഇതിന് കാരണം? ഞാൻ അറിയാത്ത വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? മനസാവാപി, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് അറിയാതെ ചെയ്തതുകൊണ്ടാണോ അച്ഛൻ എന്നോട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പോലും ഇപ്പോൾ മനസ്സ് കാണിക്കുന്നില്ല, മിണ്ടാതെ ഇരിക്കുന്നു?
അപ്പോൾ എന്തോ ഒരു അപ്രിയം ബാധിച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അതോ ശത്രുഘ്നനോ ലക്ഷ്മണകുമാരനോ അച്ഛനോട് വല്ല അകൃത്യവും പ്രവർത്തിച്ചുവോ? ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അച്ഛന് വിഷമമുണ്ടാക്കിയിട്ട് ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് സത്യമാണ്. എന്ത് വിഷമമാണെങ്കിലും അതിന് കാണാവുന്ന പരിഹാരമാണെങ്കിൽ രാമൻ കണ്ടിരിക്കും. ഇത് രാമവാക്യമാണ്, മാറ്റമില്ല. അതുകൊണ്ട് ദയവായിട്ട് പറയൂ അച്ഛാ, എന്താണ് അച്ഛൻ്റെ ദുഃഖം? പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കണം? അച്ഛൻ ദുഃഖിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ്. പ്രത്യക്ഷ ദൈവതം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. രാജാ പ്രത്യക്ഷ ദൈവതം എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ അങ്ങനെയല്ല കേട്ടോ പറയണ. അച്ഛനാണ് എൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ദൈവതം. ആ ദൈവത്തിനെ പിണക്കിക്കൊണ്ട് എനിക്ക് പിന്നെ എന്തിനാണ് ജീവിതം? യതോ മൂലം നരപ്പശ്യേ പ്രാദുർഭവമിഹാത്മന കഥം തസ്മിന്ന വർത്തേത പ്രത്യക്ഷേ സതി ദൈവതേ. പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ദൈവത്തിന് അപ്രിയം ചെയ്തിട്ട് എങ്ങനെ അച്ഛാ ജീവിക്കുക? എന്തിനാ ജീവിക്കണം? അതുകൊണ്ട് പറയൂ, എന്താണ് അച്ഛൻ്റെ ദുഃഖം എന്ന്. അതിന് ഒരുവിധം ഈ ഭൂമിയിൽ കാണാവുന്ന പരിഹാരമാണെങ്കിൽ ഞങ്ങൾ കണ്ടിരിക്കും. അമ്മ വല്ലതും പറഞ്ഞോ? കൈകേയി എന്തെങ്കിലും ശരിയില്ലാത്തതായിട്ടുള്ള ഒരു വാക്യം പറഞ്ഞിട്ടാണോ അച്ഛൻ ദുഃഖിക്കുന്നത്? അത് ചോദിക്കുകയാണ്. ഏതതാ ചക്ഷ്വമേ ദേവി തത്തേന പരിവൃച്ഛത. അമ്മയോട് പറയണം, അമ്മയെങ്കിലും പറയൂ, എന്താണ് അച്ഛന് പറ്റിയത്? കിന്നിമിത്തം അപൂർവോയം വികാരോ മനുജാതിപേ. രാജാവായിട്ടുള്ള അച്ഛൻ എന്താണ് അപൂർവമായിരിക്കുന്ന ഈ ഒരവസ്ഥ വന്നു ചേരാനുള്ള കാരണം? മുമ്പില്ലാത്തതായിരിക്കുന്ന ഒരു മനോവേദന. മഹാത്മാവായിട്ടുള്ള രാമൻ പ്രകാരം കണ്ട് ചോദിച്ചതായിട്ട് സമയത്ത് ഒരു കൂസലും ഇല്ലാണ്ട് നിർലജ്ജം പറയുകയാണ് കൈകേയി. എന്താണ് ഇതിനുള്ള ദുഃഖത്തിനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അച്ഛൻ ഇപ്പോൾ പറയില്ല. കാരണം അച്ഛനിപ്പോൾ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ന രാജാ കുപിതോ, രാജാവിന് ദേഷ്യം വന്നിട്ടില്ല. രാമാവ്യസനം നാസ്യ കിഞ്ചന, ദുഃഖവും അച്ഛന് ഇല്ല. ദുഃഖമില്ലാത്രേ. ആലോചിച്ച് നോക്കൂ. കൈകേയി ചിരിച്ച് പറയാണ്, എന്ന രാജാ കുപിതോ രാമ. ദേഷ്യപ്പെട്ടിട്ടല്ല അച്ഛനിരിക്കണത്. ന രാമ വ്യസനം നാസ്യ കിഞ്ചന, ഒട്ടും ദുഃഖവും അച്ഛനില്ല. കിഞ്ചിൻ മനോഗതം ദസ്യ തദ്ഭയാന്നാഭിഭാഷതേ. അച്ഛന് മനസ്സിൽ ഒരു മനോഗതമുണ്ട്, അത് നിന്നെ ഭയന്നിട്ടാണ് പറയാതിരിക്കണത്. ഒട്ടും ദുഃഖവും ഇല്ല ഭയവും ഇല്ല എന്ന് പറയാണ്. ഏതായാലും അത് ഞാൻ നിന്നോട് പറയാം. നിന്നോട് അനിഷ്ടം പറയാൻ നാവ് പൊങ്ങാത്തതിനാലാണ് ഇപ്രകാരം നിൽക്കുന്നത്. അത് വേറൊന്നുമല്ല, വളച്ചു കെട്ടില്ലാതെ ഞാൻ പറയാം. പണ്ടൊരിക്കൽ 2 വരം നിൻ്റെ അച്ഛൻ എനിക്ക് നൽകേണ്ടായി. ആ വരം ഞാനിപ്പോൾ ചോദിച്ചു. അതെന്താണ്? ഈ നിശ്ചയിച്ചതായിട്ടുള്ള പട്ടാഭിഷേകം ഭരതന് ചെയ്യും വേണം. നീ 14 കൊല്ലം പോവും വേണം, കാട്ടിലേക്ക് പോവുകയും വേണം. മുമ്പ് തന്നെ രാമകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഗ്നിയിൽ വേണമെങ്കിൽ ചാടാം, വിഷം കുടിക്കണമെങ്കിൽ കുടിക്കാം, നടുക്കടലിൽ ചാടാം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പറഞ്ഞോളൂ, അഗ്നിയിൽ ചാടണോ വിഷം കുടിക്കണോ? കടലിൽ ചാടിയാലും അച്ഛനാണ് പറഞ്ഞത് എങ്കിൽ രാമന് വാക്കൊന്നേ ഉള്ളൂ. 2 വാക്ക് രാമനില്ല. പറയൂ എന്ന് പറഞ്ഞിട്ടാണ് 2 വരം തന്നതിനെ കൊണ്ട് 14 വർഷം നീ കാട്ടിൽ പോകണം. ആ അഭിഷേക സന്നാഹങ്ങളെ കൊണ്ട് ഭരതന് അഭിഷേകവും ചെയ്യണം. ജഡാവൽക്കലധാരിയായിട്ട് നീ കാട്ടിലേക്ക് പോവുക, ഭരതൻ ഭരിക്കണം. ഒരു ഭാവഭേദം രാമചന്ദ്രനുണ്ടായില്ല, ഒരു സംശയവും പറയാനുണ്ടായില്ല, ആലോചിക്കേണ്ടി പോലും വന്നില്ല. ഇത്ര ചെറിയ കാര്യമാണോ അച്ഛൻ എന്നോട് പറയാൻ മടിക്കണത്? ഭരതന് രാജ്യാഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഇനി മുതൽ രാമാഭിഷേകമല്ല, ഭരതാഭിഷേകമാണ്. ഞാനിതാ കാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒറ്റ ലേശം ദുഃഖമാവട്ടെ, ഭാവഭേദമാകട്ടെ ആ മുഖത്ത് ഒട്ടുമില്ല എന്ന് പറയാണ്. ഇതീവ തസ്യാം പരുഷം വദന്ത്യാം നചൈവ രാമ പ്രവിവേശ ശോകം. ഏതുപോലെ പ്രവിവ്യഥേചാഭിമഹാനുഭാവോ രാജാതു പുത്രവ്യസനാഭിതപ്ത. യാതൊരു വിധത്തിലും ദുഃഖമുണ്ടായില്ല. ആ അച്ഛന് ദുഃഖമുണ്ടായി എന്ന് മാത്രം. ദുഃഖത്താൽ വളരെയേറെ
സങ്കടപ്പെട്ട് ശരീരം മുഴുവനും മറച്ചൊരു വാക്കുരിയാടാൻ പറ്റാതെ ആ രാജാവ് വ്യസനിച്ചു. എന്നല്ലാണ്ട് രാമനെ ദുഃഖം ഒരല്പം പോലും തീണ്ടിയില്ല. പുത്രശോകത്താൽ വെന്തുരുകിക്കൊണ്ട് ദശരഥ രാജാവ് ഇതെല്ലാം കേട്ട് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോഹാലസ്യപ്പെട്ടിട്ടാണ്ട് വീഴുകയാണ് എന്ന് പറയുകയാണ്. ഈ സമയത്താണ് രാമൻ്റെ പ്രതിജ്ഞ, അല്ലേ, ഭീഷ്മപ്രതിജ്ഞ എന്നൊക്കെ പറയുന്നത് പോലെ അതങ്ങോട്ട് കേട്ടതോട് കൂടിയിട്ട് പറഞ്ഞു എന്ന് പറയുകയാണ്, ഇനി ഒട്ടും വിഷമിക്കേണ്ട, അഹം വനം ഗമിഷ്യാമി, ഞാൻ തീർച്ചയായിട്ടും കാട്ടിലേക്ക് പോയിക്കോളാം. ഇതിനെന്തിനാണ് ഇത്രയധികം പ്രശ്നം? പക്ഷെ ആ ഭരതൻ്റെ അഭിഷേക കാര്യം എന്താണ് എന്നോട് പറയാതിരുന്നത്? ഭരതൻ അഭിഷേകം നിശ്ചയിച്ചു എന്ന വാർത്ത അച്ഛൻ എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ കാട്ടിലേക്ക് പോകണം എന്ന് അമ്മ എന്നോട് പറയാതിരുന്നത്? അച്ഛനോട് പറയാതെ ഇത് ഒപ്പിക്കാമായിരുന്നു, എന്നാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്നോട് അമ്മയ്ക്ക് പറയാമായിരുന്നല്ലോ. എന്തിനാണ് അച്ഛനോട് പറഞ്ഞത്? ഏവമർത്തു ഗമിഷ്യാമി വനം വർത്തുമഹം തിത ജഡാജിനധരോ രാജ്ഞ പ്രതിജ്ഞാമനുപാലയൻ. അച്ഛൻ പ്രതിജ്ഞ പാലിക്കട്ടെ. ആ പ്രതിജ്ഞ പാലിക്കാനായിക്കൊണ്ട് ജഡാവൽക്കലങ്ങൾ ധരിച്ച് ഞാൻ കാട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഭരതന് അഭിഷേകവും നടക്കട്ടെ എന്നങ്ങനെ പറയുകയാണ്. അത് യാതൊരുവിധ ചിത്തചാഞ്ചല്യമോ ഒന്നും ഇല്ല, അല്പവും ഇതിൽ ആശങ്ക വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ സീതാം രാജ്യം ച പ്രാണാൻ ഇഷ്ടാൻ ധനാനി ച അപ്രചോദിത. ആരും എന്നോട് പ്രചോദിപ്പിക്കേണ്ട, ഈ കാര്യത്തിൽ എന്നോട് അധികം പറയേണ്ട ആവശ്യവുമില്ല. സ്വമനസ്സാലെ ഞാൻ പ്രതിജ്ഞാപാലനത്തിൽ പ്രവർത്തിക്കാം, കാട്ടിലേക്ക് പോവുകയും ചെയ്യാം, ഭരതനെ അനുവദിക്കുകയും ചെയ്യാം. ഭരതനെ വരുത്തു. ആ മാതുലൻ്റെ അവിടെ ഉള്ളതായിരിക്കുന്ന ഭരതനെ ഒട്ടും താമസിക്കാണ്ട് എത്രയും വേഗതയുള്ള കുതിരകൾ പലരും പല വേഗതയും, ചിലത് അത്ര വേഗം ഓടില്ല, അതുപോരാ, ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരയെ തിരഞ്ഞെടുക്കൂ. അതിൻ്റെ മുകളിൽ ഭൃത്യന്മാരോ ഭടന്മാരോ പോയി വ്രതശക്തന്മാരെ കൊണ്ടുവരട്ടെ. അപ്പോൾ കൈകേയി പറഞ്ഞു, അങ്ങനെ തന്നെയാണ് വേണ്ടത്. തപത്വകണ്ഠമം മന്യേനോത്സുകസ്ഥ വിളംബനം. താമസിക്കേണ്ട രാമ, അതങ്ങനെ തന്നെ വേണ്ട. ഒരു ചിത്തചഞ്ചലിപ്പ് കൈകേയിക്ക് ഉണ്ടായില്ല. അതാണ് പറയുന്നത് വിളംബനം എന്ന് താമസം വേണ്ട, ഒട്ടും അമാന്തിക്കേണ്ട, വേഗം ആയിക്കോട്ടെ. രാമ തസ്മാദിത ശീഘ്രം വനന്തങ്കന്തുമർഹസി. ഒരു നിമിഷം പോലും താമസിക്കാണ്ട് നീ കാട്ടിലേക്ക് പോവുക തന്നെയാണ് വേണ്ടത്. ഇത് നിന്നോട് പറയാൻ മടിച്ചിട്ടാണ് അച്ഛൻ പറയാത്തത്. ഒരു ചാട്ടവാറുകൊണ്ട് അടിയേറ്റാൽ കുതിരയോ മറ്റ് വളർത്തുമൃഗങ്ങളോ ഏത് പ്രകാരം സ്തംഭിച്ചു പോവും, അതുപോലെ രാമകുമാരൻ പോലും ഒരു നിമിഷം സ്തംഭിച്ചു. കൈകേയിയുടെ ദൃഢതയും കഠോരതയും കേട്ടിട്ട് എന്ന് പറയുകയാണ്. ചെറുതായിട്ട് അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പം രാമൻ പറഞ്ഞു, അർത്ഥം അല്ലെങ്കിൽ ധനം, ഈ ലോകസുഖങ്ങൾ മോഹിച്ച് ഈ ഭരണത്തിൻ്റെ പിന്നാലെ പോകുന്ന കൂട്ടത്തിലല്ല ഞാൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ആ കൈകേയിയുടെ അപ്രിയ വാക്കുകൾ കേട്ടിട്ടും ഒരു ചിത്തചഞ്ചലിപ്പ് ഇല്ലാതെ പറഞ്ഞു, ദേവി, ഈ ലോകസുഖങ്ങൾ മോഹിച്ചുകൊണ്ട് ലോകത്തിൽ രാജാവായി വാഴാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ധർമ്മത്തെ അവലംബിക്കുന്നവനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ, പണ്ടേ പറഞ്ഞിട്ടുണ്ടത്. ധർമ്മത്തെ മുറുകി പിടിച്ചിട്ടുള്ള ആളാണ്. അവസാനം വരെ ധർമ്മം എന്ന ആയുധം കയ്യിൽ നിന്ന് വയ്ക്കാത്ത ആളാണ്. അതുകൊണ്ട് ഈ ലോകസുഖത്തിലൊന്നും ഞാൻ ഭ്രമിക്കുന്നില്ല. സത്യത്തിലും ധർമ്മത്തിലും തന്നെയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട. പിതാവിനെ ശുശ്രൂഷിച്ചോളൂ. പിതൃവചനം അനുസരിക്കാൻ അതിനേക്കാൾ മഹത്തരമായിട്ടൊരു കാര്യം ഈ ലോകത്തിലില്ല. അത് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതാണ് നക്യതോ ധർമാചരണം കിഞ്ചിതർത്തി മഹത്തരം യഥാ പിതരി ശുശ്രൂഷ തസ്യവാ വചനക്രിയ. ഏറ്റവും വലിയ പിതൃശുശ്രൂഷ, ഏറ്റവും വലിയ ധർമ്മം പിതൃശുശ്രൂഷയാണ്. അവിടെ പിതൃ എന്ന് പറഞ്ഞാൽ അമ്മയാവാട്ടോ. ഈ പിതൃ എന്നുള്ള വാക്ക് രണ്ട് ലിംഗത്തിനും ചേർത്ത് പറയാറുണ്ട്. അമ്മയച്ഛന്മാരെ, ഇവിടെ അച്ഛനാണ് കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത് സന്ദർഭപ്രകാരമെങ്കിലും. യഥാ പിതരി ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെ എടുക്കണം എന്നാണ് ചിലർ പറയണത്. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നതിലധികം ഒരു ധർമാചരണം ഈ ലോകത്തിൽ വേറെ ഇല്ല. അഥവാ ഏത് ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിലും അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചാൽ മതി. ഏത് ധർമ്മം അനുഷ്ഠിച്ചിട്ടും അച്ഛനമ്മമാരെ മനസ്താപപ്പെടുത്തിയാലോ സർവവും വിഫലം. ജന്മത്തിൽ പിന്നെ
ഗതി കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, യഥാപിതരി ശുശ്രൂഷ തസ്യവാവചനക്രിയ. അച്ഛൻ്റെ വാക്യം പാലിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾ മക്കൾ പിന്നെ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതിലൊന്നും സംശയിക്കേണ്ട കാര്യമില്ല എന്നങ്ങനെ രാമൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. വനവാസത്തിനുള്ളതായ പ്രതിജ്ഞ ചെയ്തു. മറ്റൊരു ധർമാചരണമില്ല. അതുകൊണ്ട് ആരെന്നോട് പോവാൻ പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇനി ഒരു വാക്കിനു വേണ്ടി പോലും ഞാൻ കാത്തു നിൽക്കില്ല. വനത്തിലേക്ക് പോകാൻ ഞാനിതാ നിശ്ചയിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് കൈകേയിയമ്മ എന്നോടിത് പറഞ്ഞില്ല? അല്ലെങ്കിൽ ഭരതാഭിഷേകത്തെക്കുറിച്ച് അച്ഛൻ എന്നോട് പറഞ്ഞില്ല? എൻ്റെ ഈ തീരുമാനത്തെക്കുറിച്ച് അച്ഛൻ എന്തുകൊണ്ടാണ് അഭിനന്ദിക്കാത്തത്? പുത്രൻ്റെ സദ്ഗുണങ്ങൾ കാണുമ്പോൾ നന്നായി മോനെ എന്ന് ഒരച്ഛൻ പറയണ്ടേ? ഇതൊക്കെയല്ലേ അച്ഛൻ്റെ നാവുമെന്ന് ഞാൻ കേൾക്കേണ്ടത്? നിരാശയാണോ കാണേണ്ടത്? ദുഃഖിക്കുന്നതായിട്ടാണോ ഞാൻ കാണേണ്ടത്? ഇതല്ലല്ലോ. അത് കേട്ടു. ലക്ഷ്മണൻ ഇതിലൊന്നും വരുന്ന ആളല്ല, സംഘർഷണനാണ്. ലേശം ചില രജോഗുണമൊക്കെ ഉണ്ട്. കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്ന് ശരീരമൊക്കെ അങ്ങോട്ട് വിറച്ചു. തൽക്കാലം രാമനൊന്നും മുരിയാടാൻ സമ്മതിച്ചില്ല. ലക്ഷ്മണ വരൂ, ഇനി നീ ഇവിടെ നിന്ന് ശരിയാവില്ല. രാമൻ്റെയൊക്കെ ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യണ വിധം ആലോചിച്ച് നോക്കൂ. ലക്ഷ്മണൻ്റെ പ്രകൃതം മാറിയെന്ന് കണ്ടപ്പോൾ കൂട്ടിയാണ് കൊണ്ടുപോവാണ്. വരൂ ഇപ്പം ഇങ്ങോട്ട് വരൂ. നമ്മളും പറയാറുണ്ടല്ലേ, ഇങ്ങോട്ട് പോന്നോളൂ, ഇങ്ങോട്ട് പോരൂ. അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. വാവ് ബന്ധിക്കാൻ സമ്മതിച്ചില്ല ലക്ഷ്മണനെ. അത് രാമനെ ഒട്ടും തന്നെ ബാധിച്ചില്ല. ഇരുട്ടത്തെ ചന്ദ്രനെ എന്ന പോലെ കാവ്യാണല്ലോ. അപ്പോൾ ഓരോ ഉപമകളൊക്കെ ഉണ്ട് അവിടെ. ഏത് പ്രകാരത്തിൽ എത്ര ഇരുട്ടായാലും ചന്ദ്രൻ ഇരുട്ടിനെ മാറ്റുക എന്നല്ലാണ്ട് ഇരുട്ട് ചന്ദ്രനെ ബാധിക്കുമോ? ഇരുട്ട് ചന്ദ്രനെ ബാധിക്കാത്ത പോലെ എന്നർത്ഥം. ഇതൊന്നും രാമനെ തീരെ ബാധിച്ചില്ല എന്ന് പറയുകയാണ്. അത്രയധികം ആ ഒരു സമനില പാലിച്ചുകൊണ്ട് പോയി ലക്ഷ്മണൻ്റെ കോപത്തെക്കോലെ ഒതുക്കി. രാമൻ്റെ കാന്തി ഒറ്റ ലേശം കുറഞ്ഞതുമില്ല. പെൺകെട്ടക്കൊട, ചാമരങ്ങൾ മുതലായിട്ടതൊക്കെ വിലക്കി രാമനും ലക്ഷ്മണനും കൂടി പുറത്തേക്കിട്ട് വന്നപ്പോൾ ചിലരൊക്കെ അലങ്കാരങ്ങളും സൈന്യങ്ങളും വന്നപ്പോൾ മാറ്റൂ. വാക്കൊന്നും പറഞ്ഞില്ല, ഈ കാര്യമൊന്നും പറഞ്ഞില്ല. കാരണം ജനം പ്രക്ഷുബ്ധമാവും. കൈകൊണ്ട് മാത്രം അതൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറ്റി. ചിലർക്കൊരു സംശയം ഉണ്ടായി, എന്താ ഇപ്പം ഇതിങ്ങനെ പതിവില്ലല്ലോ ഈ പട്ടാഭിഷേക സമയത്ത് ഇതൊക്കെ. പക്ഷെ കാര്യം ആർക്കും ഇപ്പോൾ മനസ്സിലാക്കി കൊടുത്തില്ല. കൈകൊണ്ട് അവയെല്ലാം മാറ്റി വ്യസനം വെളിപ്പെടുത്താതെ ഇരുന്നു. തനിക്കുള്ളതായിട്ടുള്ള ആ വ്യസനം ഉണ്ടല്ലോ, അത് വെളിപ്പെടുത്താതെ അങ്ങനെ ഇരുന്നു എന്ന് പറയുകയാണ്. ഏതായാലും അവിടുന്ന് അങ്ങനെ നീങ്ങിപ്പോയിട്ട് അച്ഛൻ്റെ കൗസല്യയുടെ ആ അന്തഃപുരത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഈ വിവരം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയെ സമാധാനിപ്പിക്കണം. ഇത് ചിലരൊക്കെ കുറേശ്ശെ കേട്ടു. പട്ടാഭിഷേകം നടക്കില്ല എന്നാണ് തോന്നുന്നത്, അവ്യക്തമായിട്ട്. അതവർക്ക് ഉറപ്പായിരിക്കണു. മറ്റു കാര്യങ്ങളോ വരങ്ങളെക്കുറിച്ചൊന്നും മുഴുവനും മനസ്സിലായെങ്കിലും പട്ടാഭിഷേകം നടക്കാൻ പോകുന്നില്ല. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾ വളരെയേറെ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്? കുറേശ്ശെ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ആ അമ്മയെ കാണുകയാണ്. യാതൊരു ഭാവഭേദവും ഇല്ലാണ്ട് തൻ്റെ മാതാവിനെ കണ്ട് നമസ്കരിച്ചു. ഈ വ്യസനമൊന്നും പുറത്തേക്ക് അധികം കാണാതെ മാതാവിനെ നമസ്കരിച്ച് അമ്മയുടെ അടുത്തങ്ങനെ ഇരുന്ന് ഒട്ടും അമ്മയ്ക്ക് പ്രിയമല്ലാത്തതായ ആ ഒരു വാർത്ത അമ്മയെ അറിയിക്കുകയാണ്. ആ കൗസല്യയും രാമനും തമ്മിലുള്ളതായിരിക്കുന്ന സംവാദങ്ങൾ അതൊക്കെയാണ് ഇനി അടുത്ത സർഗം മുതൽക്ക് പറയാൻ പോണത്. പ്രവിശ്യവേശ്മ അതിശുഭം മുതന്നിതം. സുന്ദരമായിട്ടുള്ള നല്ല രീതിയിൽ സജ്ജീകരിച്ചതായിരിക്കുന്ന കൗസല്യയുടെ അന്തഃപുരത്തെ പ്രവേശിച്ച് സമീക്ഷ്യതാം ജാർത്ത വിപത്തിമാഗതാം, വന്നു ചേർന്നതായിട്ടുള്ള വിപത്തിനെ വെളിപ്പെടുത്താതെ ന ചൈവരാമോത്ര ജഗാമവിക്രിയാം സുഹൃജ്ജനസ്യ ആത്മവിപത്തി ശങ്കയാം, പൊതുജനങ്ങളെ പോലും അറിയിക്കാതെ കണ്ട്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രക്ഷുബ്ധമാവും എന്നതുകൊണ്ട് ഏത് പ്രകാരത്തിലും ബാധിക്കാതെ, എത്ര ഇരുട്ടുണ്ടെങ്കിലും ചന്ദ്രൻ ആ ഇരുട്ട് ചന്ദ്രനെ ഇരുട്ടല്ല ബാധിക്കുക, ഇരുട്ടിനെ ചന്ദ്രൻ ഇല്ലാണ്ടൊക്കെ ചെയ്യുക. അതേപോലെ ദുഃഖം തന്നെ ബാധിക്കാത്തതായിട്ടുള്ള പോലെ ഭഗവാൻ കൗസല്യയുടെ അടുത്ത് സ്ഥിതി ചെയ്തു എന്നും പറഞ്ഞിട്ട് ആ സർഗാണ്ട് അവസാനിപ്പിക്കുകയാണ്. പൂർവന്നാമ തപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം
വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.